ശ്രീ കമാൽ പാഷ, ഈ ഊമക്കത്ത് വന്നത് വളരെയധികം ആശങ്കപ്പെടുത്തിയിരുന്നു. ആ വിധിന്യായം വരുന്നതിന് മുൻപ് അതിലെ വിവരങ്ങൾ എങ്ങനെ ചോർന്നു, അല്ലെങ്കിൽ പ്രസക്തമായ ഭാഗങ്ങൾ എങ്ങനെ, ആരയച്ചു, എവിടെ നിന്ന്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈജു പൗലോസ് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ശരിക്കും വിചാരണ കോടതിക്കും ഇതേ ആവശ്യം ഉന്നയിക്കാമെന്ന് തോന്നുന്നു അല്ലേ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്റെ അഭിപ്രായത്തിൽ അത് ഈ അന്വേഷണം വേണ്ടത് തന്നെയാണ്. കാരണം എനിക്കും ഈ എഴുത്ത് കിട്ടിയതാണ്, ഈ ഊമക്കത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പോ ഇത് 2-ാം തീയതി ഡേറ്റ് വെച്ചുള്ള അത് വന്ന് ഈ പോസ്റ്റ് ഓഫീസ് വന്നേക്കുന്നത് 4-ാം തീയതിയാണ്. അപ്പൊ ഈ 8-ാം തീയതി ജഡ്ജ്മെന്റ് പറയുന്നു. അതിന് 4 ദിവസം മുമ്പ് ഈ സാധനം ആളുകളിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇച്ചിരി ഒരു സംശയിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് എങ്ങനെ പുറത്തു പോയി എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് മിക്കവാറും എല്ലാം ശരിയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1700 പേജിലൊരു വിധിന്യായമാണല്ലോ, പക്ഷേ ചില പ്രസക്തമായ ഭാഗങ്ങൾ അതിലുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, വിധിന്യായം എന്നല്ല, ഇതിൽ ശിക്ഷ എന്തായിരിക്കും, ആരെയൊക്കെ ശിക്ഷിക്കും, കൺവിക്ഷൻ എന്തായിരിക്കും എന്നാണ്. അത് ആരെയൊക്കെ ശിക്ഷിക്കും, ആരെയൊക്കെ വെറുതെ വിടും എന്ന് പറഞ്ഞേക്കാണ്. ഏതാണ്ടത് വളരെ ശരിയായിട്ടാണ് അത് എഴുതി വെച്ചേക്കുന്നത്. ഒരു സ്പെക്കുലേഷൻ ആയിട്ടാണ് നമുക്ക് തോന്നാമെങ്കിലും പക്ഷേ ഇത്രയും ആളുകൾക്ക് ഏതാണ്ട് എന്റെ അറിവിൽ 33 പേർക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ്, ഞാൻ ഉൾപ്പെടെ. ആ 33 പേർക്ക് അയച്ചിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റ് ആണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അന്വേഷിക്കണം. കാരണം ഇതെങ്ങനെ ഇത് ഈ ലീക്ക് ചെയ്യാനിടയായി, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് സംവിധാനങ്ങൾക്ക് ശരിക്കും അത് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ അത് സ്പീഡ് പോസ്റ്റ് ആണ്, അത് പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് അതിന്റെ സീല് വെച്ച് കണ്ടെത്താൻ കഴിയും. എറണാകുളത്താണെന്ന് എന്നാണ് പ്രാഥമികമായി വന്നൊരു സൂചന. അങ്ങനെയൊക്കെയാണെങ്കിൽ കണ്ടെത്താൻ കഴിയില്ലേ വേണമെന്ന് വിചാരിച്ചാൽ? കണ്ടെത്താൻ കഴിയും. അത് നോക്കണം, ശരിയായിട്ട് നോക്കണം. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അത് കണ്ടെത്താവുന്നതാണ്. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി ഇതാരാണ്, എന്താണ്, ഇത് എങ്ങനെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണം, എങ്ങനെ അയാൾക്ക് വിവരം കിട്ടി എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇത് വളരെ ശരിയായ രീതിയിൽ ഇത് എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഇത് അപ്പൊ അത് അങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജുഡീഷ്യൽ സംവിധാനത്തിലെ വിശ്വാസ്യതയ്ക്ക്, ആ സംവിധാനത്തിന്റെ മേലുള്ള വിശ്വാസ്യതയ്ക്ക് വളരെ കോട്ടം തട്ടുന്നതാണ്. അപ്പൊ വളരെ അപകടകരമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ കമാൽ പാഷ സംസാരിച്ചത്. അദ്ദേഹത്തിനും ഈ ഊമക്കത്ത് വന്നിരുന്നു. 33 പേർക്കാണ് വന്നത്. അതിലൊരാൾ കമാൽ പാഷ കൂടിയാണ്.